പുലിവരുന്നേ എന്നൊരു പ്രതീതി ഉണ്ടാക്കിയാണ് PV അൻവർ MLA LDF നിന്നും പുറത്തേക്ക് വന്ന CPM-ഉമായിട്ടുള്ള ബന്ധവും ഉപേക്ഷിച്ച് DMK എന്ന പാർട്ടി രൂപീകരിച്ചത്. പാരമ്പര്യമായി തനിക്കുള്ള ഒരു തറവാട്ട് സ്വത്തും നല്ല രീതിയിലും അല്ലാതെയൊക്കെയായി നടത്തിയ ബിസിനസ്സിൽ നിന്നും അൻവർ ഉണ്ടാക്കിയ പണം ഉപയോഗിച്ച് മലപ്പുറം കേന്ദ്രീകരിച്ച് താൻ നയിക്കുന്ന ഒരു സാമ്രാജ്യം ഉണ്ടാക്കുകയും അവിടെ മുസ്ലിം ലീഗിനെ വെല്ലുവിളിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് സ്വതന്ത്രനായി മത്സരിക്കുകയും അവസാനം CPM-ന്റെ പിന്തുണയിൽ MLA ആയി വിജയിച്ചു വന്ന PV അൻവർ അവസാനം തൻ്റെ ആവശ്യങ്ങളെല്ലാം ഈ ഗവൺമെന്റിനെ കൊണ്ട് നടക്കുന്നില്ല എന്നൊരു ആക്ഷേപം ഉന്നയിച്ച് വിവിധ ആരോപണങ്ങൾ ഉയർത്തി മുഖ്യമന്ത്രിയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് LDF-ൽ നിന്നും പുറത്തേക്ക് പോയത്. എന്നാൽ UDF-ലേക്ക് പോകുവാൻ അൻവറിനും അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്കും ഒരേപോലെ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും മുസ്ലിം ലീഗിന്റെ എതിർപ്പ് കാരണം ആ ഉദ്യമം നടന്നിട്ടുമില്ല. ഇതിനിടയിൽ അൻവർ നേതൃത്വം കൊടുത്ത ചില സമ്മേളനങ്ങൾ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയുണ്ടായി. എല്ലായിടത്തും വലിയ ജനസഞ്ചയം തന്നെയാണ് അവിടെ എത്തിച്ചേർന്നതും. അവിടെ എത്തിയവരിൽ ഭൂരിഭാഗം പേരും മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരുമൊക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അൻവർ പിണറായി വിജയനെ കുറിച്ച് പറയുന്നത് കേൾക്കാനായിരുന്നു അത്രേ അവിടെ ആളുകൾ എത്തിച്ചേർന്നത്. ഇതിനിടയിലാണ് അൻവറിന്റെ പുതിയ പാർട്ടിയായി DMK രൂപീകരിച്ചത്. അപ്പോഴേക്കും കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മണ്ഡലങ്ങളിൽ അൻവറിന്റെ പാർട്ടിയും മത്സരിക്കുമെന്നായി. എന്നാൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിനായി DMK മത്സരിക്കുന്നില്ല എന്നായി. മറ്റു 2 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ചേലക്കരയിൽ NK സുധീറും പാലക്കാട് MM മിൻഹാജിനെയുമാണ് DMK പ്രഖ്യാപിച്ചത്. ഇതിനിടയിൽ കോൺഗ്രസ് വിട്ട് CPM-ലെത്തി LDF-ന്റെ സ്ഥാനാർത്ഥിയായി മാറിയ ഡോക്ടർ P സരിനുമായി പാലക്കാട്ടുള്ള അൻവറിന്റെ ഒരു ബന്ധു വീട്ടിൽ വെച്ച് അവിടെ വെച്ച് നടത്തിയ രഹസ്യ ചർച്ചയെക്കുറിച്ചുള്ള വാർത്തകൾ അത് പുറത്തു വരികയും ചെയ്തു. പിന്നീട് പാലക്കാട്ടെ DMK സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയാണെന്നും അവിടെ BJP സ്ഥാനാർത്ഥി വിജയിക്കാതിരിക്കുവാൻ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുകയാണെന്നും പ്രഖ്യാപിച്ച അൻവർ മഞ്ചേരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞത് പാലക്കാട് BJP-യുടെ എണ്ണയിട്ട യന്ത്രം പോലെയുള്ള ചിട്ടയായിട്ടുള്ള പ്രവർത്തനവും സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാറിൻ്റെ ആ വ്യക്തിപ്രഭാവവും കാരണം അവിടെ BJP ജയിക്കുവാൻ സാധ്യതയുണ്ട് എന്നാണ്. സത്യത്തിൽ ഈ അൻവറിന് എന്താണ് സംഭവിച്ചത്? അദ്ദേഹം ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു ഗതികിട്ട പ്രേതം പോലെ ഇങ്ങനെ അലയുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം അൻവറിൻ്റെയും അൻവറിൻ്റെ പാർട്ടിയുടെയും ഗതി എന്തെന്ന്. ഇതുപോലെ തന്നെയാണ് BJP വിട്ട് കൈപിടിച്ച സന്ദീപ് വാര്യർക്കും സംഭവിക്കാൻ പോകുന്നത്. തിരഞ്ഞെടുപ്പായതിനാൽ BJP-യുടെ ഒരു സംസ്ഥാന നേതാവ് കോൺഗ്രസിൽ ചേർന്നത് ഒരു നേട്ടമായി കണക്കാക്കാം. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ് സന്ദീപിന് കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രസക്തി എന്ത് എന്ന് മനസ്സിലാകാൻ പോകുന്നത്. അവിടെ UDF സ്ഥാനാർത്ഥി വിജയിച്ചാലും ഇല്ലെങ്കിലും സന്ദീപിനെതിരായിട്ടുള്ള പൊട്ടിത്തെറികൾ അത് ഉയർന്നു വരും. തിരഞ്ഞെടുപ്പായതിനാൽ പലരും അടങ്ങി നിൽക്കുകയാണിപ്പോൾ. സന്ദീപ് BJP-യിലായിരുന്നപ്പോൾ കോൺഗ്രസിനെതിരെയും അതേപോലെ മഹാത്മാഗാന്ധിക്കെതിരെയും ഒക്കെ നടത്തിയ പരാമർശങ്ങളും സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധികൾക്കെതിരെ നടത്തിക്കൊണ്ടിരുന്ന ആ വിമർശനങ്ങൾ അത് ചർച്ചയാകപ്പെടും. കൂടാതെ തികഞ്ഞ ഒരു മുസ്ലിം വിരുദ്ധ പരാമർശകനായിരുന്ന സന്ദീപിനെ എങ്ങനെയായിരിക്കും ആ വിഭാഗത്തിൽപ്പെട്ട കോൺഗ്രസ്സുകാർ അവിടെ സ്വീകരിക്കുക? അതും നാം വീക്ഷിക്കേണ്ടതാണ്. ഇതിനിടയിൽ 25 വർഷം പാലക്കാട് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായിരുന്ന അതേപോലെ 15 വർഷം MP ആയി പ്രവർത്തിച്ചതുമായിട്ടുള്ള VS വിജയരാഘവൻ വലിയ വിമർശനം തന്നെയാണ് ഇപ്പോൾ സന്ദീപ് വാര്യരെ കുറിച്ച് നടത്തിയത്. സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് എടുക്കേണ്ടിയിരുന്നൊരു സമയം ഇതല്ലായിരുന്നുവെന്നും സന്ദീപ് BJP വിട്ട് കോൺഗ്രസിൽ ചേർന്നതോടുകൂടി BJP-യിൽ അകൽച്ച പാലിച്ചിരുന്നവർ ഇപ്പോൾ അവർ ഒരുമിക്കുവാനുള്ള സാഹചര്യമായി എന്നാണ്. മാത്രമല്ല സന്ദീപ് പോന്നപ്പോൾ സന്ദീപ് വാര്യരോടൊപ്പം ഒരു BJP-കാരനും അദ്ദേഹത്തിൻ്റെ ഒപ്പം പുറത്തേക്ക് പോകുന്നില്ല എന്ന ആ വാക്കുകൾക്കായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ സന്ദീപിനെ കോൺഗ്രസിൽ എടുത്തതിൽ പ്രതിഷേധമുള്ളവരുടെ ഒരു ശബ്ദമായി മുഴങ്ങുന്നത്. ഇനി അഥവാ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം പരാജയപ്പെട്ടാലോ സന്ദീപ് വാര്യരും കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ അനാഥ പ്രേതമായി അലയേണ്ടി വരും. ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അകത്തേക്കോ പുറത്തേക്കോ എന്നൊരു തീരുമാനമായിരിക്കുന്ന രാഷ്ട്രീയ നേതാവാണ് കോൺഗ്രസിന്റെ K മുരളീധരനും. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു എടുക്കാ ചരക്കായി മാറിയിരിക്കുന്നു. കോൺഗ്രസ് നടക്കുന്ന ഒരു ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും ഈ പഴയ ലീഡറിന്റെ മകന് ഒരു സ്ഥാനവുമില്ല.
ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശ്ശൂരിലെ തോൽവിയോടുകൂടി മുരളീധരന്റെ കോൺഗ്രസിലെ ചീട്ട് കീറിയ മട്ടാണ്. ഇപ്പോൾ സത്യത്തിൽ കെ മുരളീധരൻ കോൺഗ്രസിൽ ഒരു അധികപ്പറ്റായിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. എന്നിട്ടും ഇതിൽ പിടിച്ചു നിൽക്കുന്നത് അവസാന നാളുകളിൽ വല്ല ബിരിയാണിയും കിട്ടിയാലോ എന്നോർത്താണ്. തൻ്റെ അച്ഛനായ കെ കരുണാകരനെയും തൻ്റെ അമ്മയെയും തെറി വിളിക്കുകയും തൻ്റെ സഹോദരിയെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് അവർ പോയതിൻ്റെ കാരണക്കാരിൽ ഒരാളായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പാലക്കാട്ട് പോയി പ്രസംഗിച്ചത് അത് മനസ്സോടെയാണ്. ഇനി അവിടെ ചെന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലെ ഇപ്പോൾ ഉള്ള സ്ഥാനവും അത് കളയേണ്ട എന്ന് കരുതി തന്നെയാണ് അദ്ദേഹം അവിടെ എത്തിച്ചേർന്നത്. എന്നിട്ടോ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യരുടെ ഒരു അതിരുവിട്ട കമന്റും ആനയെയും മോഹൻലാലിനെയും കടലിനെയും എത്ര കണ്ടാലും മടുക്കില്ല എന്നും അതേപോലെയാണ് നാലാമത്തേതായിട്ടുള്ള മുരളീധരനുമെന്ന് ആ സന്ദീപിൻ്റെ തേച്ചാൽ പതവരാത്ത സോപ്പാണിതെന്ന് മുരളീധരൻ അറിയാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഗതികേടെന്ന് വേണം ഇതിനെ പറയാൻ. ഇനി ഈ നില തന്നെയാണ് കോൺഗ്രസ് പാർട്ടി മുരളീധരനോട് തുടരുന്നതെങ്കിൽ മുരളീധരൻ്റെയും ഗതി കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ അനാഥപ്രദമായി അലയുകയാണ്.